നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടത് അത് ഇന്ത്യ-പാക് 2020 മത്സരം. നമുക്കറിയാം, നേരത്തെ പാകിസ്ഥാൻ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറിയ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത് ബംഗ്ലാദേശിനെ 2020-ൽ പങ്കെടുക്കാൻ ഇടയാകാത്ത സാഹചര്യവുമായി ബന്ധപ്പെട്ടായിരുന്നു. വലിയ സാമ്പത്തിക നഷ്ടം ബംഗ്ലാദേശിന് ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് പാകിസ്ഥാന്റെ വാദം. അതിനു പകരം ആ സാമ്പത്തിക നഷ്ടം ICC പരിഹരിക്കണമെന്നാണ് ആവശ്യം. അതിനായി ഒരു ത്രിരാഷ്ട്ര ടൂർണമെന്റ് സംഘടിപ്പിക്കണം, അതിൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും മത്സരിക്കണം എന്നായിരുന്നു ആവശ്യം. പക്ഷേ ആ ആവശ്യം ICC തള്ളിയിട്ടുണ്ട്. എന്നാൽ അതിനു പകരം അണ്ടർ-19 ലോകകപ്പ് അത് അടുത്ത തവണ ബംഗ്ലാദേശിൽ സംഘടിപ്പിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പരിഗണിക്കാം എന്നുള്ള നിർദ്ദേശം ICC നൽകിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പഴയ നിലപാടിൽ നിന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പിന്മാറുകയും ഇന്ത്യയുമായി കളിക്കാം എന്ന നിർദ്ദേശം PCB പ്രസിഡന്റ് മൊഹസിൻ നഖ്വി മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഹരികൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരികൃഷ്ണൻ, ഞായറാഴ്ചയാണ് ഇന്ത്യയുമായി നടക്കേണ്ട മത്സരം. ഒരുപക്ഷെ അവർ കളിച്ചില്ല എങ്കിൽ ഇന്ത്യക്ക് വാക്ക് ഓവർ കിട്ടും, 2 പോയിന്റ് സുഖമായി കിട്ടേണ്ട ഒരു മത്സരമായിരുന്നു. ഇപ്പോൾ കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. മുട്ടുമടക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയേണ്ടി വരും. പാകിസ്ഥാൻ ഒരു നിലപാടിൽ നിന്ന് ശക്തമായ U-ടേൺ തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നും പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഈ മത്സരം ബഹിഷ്കരിക്കുകയാണെന്ന് ആദ്യം തീരുമാനിക്കുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തലവനായ മോഹസിൻ നഖ്വി അല്ല, അവരുടെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് തന്നെയാണ് നേരിട്ട് വന്നിട്ട് പറയുന്നത് ഈ മത്സരം ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ആ തീരുമാനത്തിൽ നിന്നും പിന്മാറാനുള്ള ഒരു കാരണമായിട്ട് ആണ് മാറുന്നത്. ICCയുടെ 2 പ്രതിനിധികൾ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ മേധാവിയായ അമീനുൽ ഇസ്ലാം ഉൾപ്പെടെയുള്ളവർ ലാഹോറിലെത്തി ചർച്ചയ്ക്ക് എത്തിയിരുന്നു. ഇതിന്റെ ആദ്യത്തെ പ്രസ് മീറ്റ് പുറത്തു വരുന്നത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തു നിന്നാണ്. നിരവധിയായ പ്രസ് മീറ്റ് ഒരു മീഡിയ പ്രസ് റിലീസുകളാണ് വന്നിരുന്നത്. അതിൽ ആദ്യം വന്നത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റേതാണ്. BCB ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ആദ്യം പറഞ്ഞ ഒരു കാര്യം തന്നെ, പാകിസ്ഥാൻ ഈ ടൂർണമെന്റ് കളിക്കണം, അതായത് ബംഗ്ലാദേശ് ഞങ്ങളും ICC തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതി പാകിസ്ഥാൻ ഈ ടൂർണമെന്റിൽ നിന്ന് ബഹിഷ്കരിക്കരുത്, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള മത്സരം കളിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഈ പ്രസ് റിലീസ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പുറത്തുവിടുന്നത്. അതിന് പിന്നാലെയാണ് ICCയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ICC പറയുന്നത് പാകിസ്ഥാൻ കളിക്കാൻ തയ്യാറാണ് 15-ാം തീയതി എന്നുള്ളത്. അതായത് പാകിസ്ഥാൻ മുന്നോട്ട് വന്ന് പറയാനുള്ള ഒരു കാരണം അത് തന്നെയായിരിക്കും. അതായത് ബംഗ്ലാദേശിന് വേണ്ടി ഞങ്ങൾ കളിക്കുന്നു എന്നത് തന്നെയായിരിക്കും അവർ മുട്ടുമടക്കിയെന്ന് അംഗീകരിച്ചു തരാൻ പോകുന്നില്ല. എന്തായാലും പോലും അത് ബംഗ്ലാദേശിന്റെ തലയിൽ വെച്ചുകൊണ്ട് സ്കൂട്ടാവാനുള്ള പരിപാടി തന്നെയാണ് ഉള്ളത്. പക്ഷെ എന്താ പോലും 15-ാം തീയതി നടക്കാൻ പോകുന്ന ഈ മത്സരം ഏവരും ഉറ്റുനോക്കുന്ന, ക്രിക്കറ്റ് ലോകം ഒട്ടാകെ ഉറ്റുനോക്കുന്ന മത്സരം ഓരോ മിനിറ്റിനും ലക്ഷങ്ങൾ കോടികൾ വിലയുള്ള ഒരു മത്സരമായിട്ട് തന്നെയാണ് അത് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഈ സ്റ്റേറ്റ്മെന്റിൽ പോലും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ബംഗ്ലാദേശിനെ ഇപ്പോൾ ഈ ടൂർണമെന്റിൽ നിന്നും ബംഗ്ലാദേശ് കളിക്കുന്നില്ല, ബംഗ്ലാദേശ് മാറി നിൽക്കുന്നു, തങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് ഈ ടൂർണമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നെങ്കിൽ പോലും ICCയുടെ പ്രസ് റിലീസിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതും എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ പാകിസ്ഥാൻ ഇപ്പോൾ ഈ ടൂർണമെന്റ് കളിക്കുന്നു, ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പറഞ്ഞ് ഉണ്ടെങ്കിൽ പോലും ബംഗ്ലാദേശിനെ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വീഴുന്നുണ്ട്. ശ്രീ P. രംഗനാഥൻ, ക്രിക്കറ്റ് വിദഗ്ധൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രംഗനാഥൻ, നമ്മൾ നേരത്തെ ഈ വിഷയം സംസാരിച്ചതാണ്. അന്ന് കടുംപിടുത്തത്തിലായിരുന്നു പാകിസ്ഥാൻ, ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ആ നിലപാട് മാറ്റിയിരിക്കുന്നു ക്രിക്കറ്റ് ബോർഡ്. ഇന്ത്യക്കെതിരെ കളിക്കാതിരുന്നാൽ കനത്ത നഷ്ടമുണ്ടാകുന്നത് പാക് ക്രിക്കറ്റ് ബോർഡിന് തന്നെയാണ്. ആ ഒരു യാഥാർത്ഥ്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ തീരുമാനമെന്ന് കരുതണം, അല്ലേ? തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിക്കറ്റ് പാകിസ്ഥാനിൽ ഇനി തുടർന്ന് കളിക്കണമെങ്കിൽ സാമ്പത്തികമായിട്ട് അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും എല്ലാം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതിന് ഒരു വലിയൊരു കടമ്പയാണ്. ഇപ്പൊ ഇവരെ ഇന്ത്യക്കെതിരെ കളിക്കാതെ പോയി കഴിഞ്ഞാൽ വരുന്ന നഷ്ടം അവർക്ക് നികത്താൻ സാധിക്കില്ല. അപ്പോൾ പാകിസ്ഥാൻ തീർത്തും അവർ സറണ്ടർ ആയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ICC വെച്ച നിബന്ധനകൾ പാകിസ്ഥാന് ഒരു ഫൈനൽ വാർണിംഗ് ആയിട്ടാണ് കൊടുത്തത്. പക്ഷേ 1-2 കാര്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് ICC തയ്യാറായിട്ടുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർത്തും ഒരു നാണം കെട്ട ഒരു കാര്യത്തിൽ നിന്ന് അവർ വന്നിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. പാകിസ്ഥാന് വേറെ ഒരു നിവൃത്തിയില്ല. കളിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ട് വരുന്ന നഷ്ടം, അത് മാത്രമല്ല ഏറെ ഉറ്റുനോക്കുന്ന, ഇപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ മീഡിയ റൈറ്റ്സ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ മത്സരത്തില്, ഈ ലോകകപ്പിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ്. എങ്കിൽ തന്നെയും പാകിസ്ഥാൻ പിന്മാറിയപ്പോഴും വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ലോകകപ്പിൽ ഉണ്ടായില്ല. ഇപ്പൊ പുതിയ ടീമുകളൊക്കെ USA പോലെയുള്ള ടീമുകൾ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കൂടെ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് മാറ്റങ്ങൾ വന്നു. എന്തായാലും പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും കീഴടങ്ങിയിരിക്കുന്നു, വീണ്ടും സറണ്ടർ ആയിരിക്കുന്നു എന്ന് വേണം അവരുടെ ഈ തീരുമാനത്തിനോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, നന്ദി ശ്രീ P. രംഗനാഥൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.